നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. ബാംഗ്ലൂരിലെ രണ്ടാമത്തെ പള്ളി സർജാപൂരിൽ കൂദാശയ്ക്ക് ഒരുങ്ങുന്നു. മെത്രാപോലിത്ത വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് ബാംഗ്ലൂർ ഇടവകയുടെ കരുതൽ. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. നെല്ലിക്കുന്ന് മാർ തിംത്യോസ് പള്ളിയിൽ സൗജന്യ തിമിര നിർണയ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദൗത്യം 2025 ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന്റെയും സഭാ ഭക്ത സംഘടനകളുടെയും സംയുക്ത യോഗം തൃശൂർ കാൽഡിയൻ സെന്ററിൽ ആഗസ്റ്റ് 10 ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. സഭയുടെ ബാംഗ്ലൂരിലെ രണ്ടാമത്തെ പള്ളി സർജാപൂരിൽ കൂദാശയ്ക്ക് ഒരുങ്ങുന്നു. വിശുദ്ധമാർ അഭിമലേഖ് തിംത്യോസ് മെത്രാപൊലിത്തയുടെ നാമധേയത്തിൽ പണിയുന്ന പുതിയ പള്ളിയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക്. ദേവാലയ കൂദാശ കർമ്മം 2025 നവംബർ 30 നിശ്ചയിച്ചിരിക്കുന്നത്. കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ അഭിജയ് പൊന്മാനിശ്ശേരിയുടെ നേതൃത്വത്തിൽ മറ്റു ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും ചേർന്ന് പള്ളിയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലം സന്ദർശിച്ചു. ഇടവക വികാരി റവറൻ ലിജോ റാഫേൽ കശീശ, ശമാശന്മാരായ ജോൺ തോംസൺ വട്ടക്കുഴി, ലൈജു വട്ടക്കുഴി, ഇടവക കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മറ്റു സഭാവിശ്വാസികളും സന്നിഹിതരായിരുന്നു. ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന്റെ കീഴിൽ പുതുതായി ആരംഭിച്ച മെത്രാപോലിത്ത വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് ബാംഗ്ലൂർ ഇടവകയുടെ കരുതൽ. ഇടവക വികാരി റവറൻ ലിജോ റാഫേൽ കശീശ, ഷമ്മാശന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ ചേർന്ന് പഠന സഹായത്തിനുള്ള ചെക്ക് കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ അഭിജയ് പൊന്മാനിശ്ശേരിക്ക് കൈമാറി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര ട്രസ്റ്റി ബോർഡും സഭാ കൗൺസിലും ഇടവകാംഗങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ ഈ മഹത്തായ പദ്ധതി ഭാവിയിൽ അനവധി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വാതിലുകൾ തുറന്നുകൊടുക്കും. ബാംഗ്ലൂരിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിന്റെ പുരോഗതി വിലയിരുത്തുവാൻ എത്തിച്ചേർന്ന ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾക്ക് ഇടവക പൊതുയോഗത്തിൽ വികാരി റവറൻ ലിജോ റാഫേൽ കശീശ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഇടവകയുടെ പേരിൽ ട്രസ്റ്റി അംഗങ്ങൾക്ക് പൊന്നാട അണിയിച്ച് ആദരവ് അർപ്പിച്ചു. മറുപടി പ്രസംഗത്തിൽ ട്രസ്റ്റി അംഗങ്ങൾ ഇടവകയുടെ ഐക്യം, ദീർഘവീക്ഷണം, പുതിയ പള്ളി നിർമ്മാണത്തിന് പ്രവർത്തിച്ച എല്ലാ വിശ്വാസികളുടെ പരിശ്രമങ്ങൾ എന്നിവയെ പ്രശംസിച്ചു. പള്ളിപ്പണി വേഗത്തിലും സമൃദ്ധിയോടും പൂർത്തിയാക്കുവാൻ ആവശ്യമായ സഹായങ്ങളും പിന്തുണയും നൽകുമെന്ന് ബോർഡ് ഉറപ്പു നൽകി. ഇതോടൊപ്പം കാലം ചെയ്ത ഡോക്ടർമാർ അപ്രേം മെത്രാപോലിത്തയുടെ അനുശോചന സമ്മേളനത്തിൽ ബംഗളൂരു മാർ തിംത്യോസ് ഇടവകാംഗങ്ങൾ സെമിനാരി ലൈബ്രറിയിലേക്കായി സമർപ്പിച്ച പുസ്തകങ്ങൾ കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ അഭിജയ് പൊന്മാനിശ്ശേരിക്കും വൈസ് ചെയർമാൻ ഗിഫ്റ്റൻ കെ ജോസഫിനും മറ്റ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾക്കും കൈമാറി. ഇടവക സന്ദർശനത്തിന്റെ ഭാഗമായി ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ സൺഡേ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും സ്നേഹോപഹാരങ്ങൾ നൽകി. തുടർന്ന് ഇടവക കൈക്കാരനായ ജോമോൻ മടത്തുമ്പടി ജോണി നന്ദി പ്രകാശനം നടത്തി. റവറൻ ലിജോ റാഫേൽ കശീശയുടെ ആശീർവാദത്തോടെ പൊതുയോഗം സമാപിച്ചു. കാലം ചെയ്ത അഭിമന്യമാർ അപ്രേം മെത്രാപോലിത്ത തിരുമേനിയുടെ പാവന സ്മരണയ്ക്കായി 2025 ജൂലൈ 26 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന രോഗികൾക്കും അവരുടെ കൂടെയുള്ളവർക്കും പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. അഭിമന്യ തിരുമേനിയുടെ ആത്മസ്മരണയായും സമൂഹത്തിലെ അശരണർക്കായി തിരുമേനി സമർപ്പിച്ച ജീവിതത്തിന്റെ പ്രതീകമായും
സ്നേഹപൂർവമായ ഈ കാരുണ്യ സേവനം സമർപ്പിക്കുന്നതായി പ്രവർത്തകർ അറിയിച്ചു. കേന്ദ്ര മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ ഫാദർ സിൻഡോ ജോസ്, ജനറൽ സെക്രട്ടറി മെറീജ് തിമത്തി, മെൻസ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, കേന്ദ്ര ട്രസ്റ്റിമാരായ മീട്ടി ടോൾഫി, വില്യംസ് പറപ്പള്ളി, മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ ഈ കാരുണ്യ സേവനത്തിൽ സന്നിഹിതരായിരുന്നു. നെല്ലിക്കുന്ന് മാർ തിമത്യോസ് പള്ളി വിമൻ യൂത്ത് അസോസിയേഷനും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ തിമിര നിർണയ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജൂലൈ 27 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി ഹാളിൽ നടന്ന ക്യാമ്പ് വികാരി റവറൻ ജാക്ക് സ്റ്റാൻഡി കശീശ ഉദ്ഘാടനം ചെയ്തു. വിമൻ യൂത്ത് സെക്രട്ടറി ബബിത ബിനു സ്വാഗതം പറഞ്ഞു. കേന്ദ്ര വിമൻ ജനറൽ സെക്രട്ടറി നീതു ലിൻഡോ, കൈക്കാരൻ തിമത്തി മാളിയയ്ക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ചാന്ദിനി, ഹോസ്പിറ്റൽ PRO ബിജേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജോഷ്ന ജോൺസൺ നന്ദി പ്രകാശിപ്പിച്ചു. മീതു ജിതിൻ ചടങ്ങുകൾ നിയന്ത്രിച്ചു. വിമൻ കമ്മിറ്റി അംഗങ്ങളായ ലിജ പ്രിൻസ്, ഫാൻസി ജോഷി, ജിഷി ബിജു, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ധാരാളം ഇടവക വിശ്വാസികളും നാട്ടുകാരും ക്യാമ്പിൽ പങ്കെടുത്തു. സഭയുടെ മാട്രിമോണിയൽ വെബ്സൈറ്റായ ഹുയാദ മാട്രിമോണിയൽ നവീകരണത്തിന്റെ പാതയിലാണ്. വെബ്സൈറ്റ് കൂടുതൽ കൃത്യതയോടെ പരിപാലിക്കുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ ഞായറാഴ്ച തോറും ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഈ സേവനം ലഭ്യമാണ്. പഴയ പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നതിനുമായി ഇവരുടെ സേവനം ഉപയോഗിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 8744355581. സഭാ ശാക്തീകരണം സംഘടനകളിലൂടെ എന്ന ആശയത്തിലൂന്നി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന്റെ നേതൃത്വത്തിൽ സഭയിലെ വിവിധ ഇടവകകളിലെ എല്ലാ ഭക്തസംഘടനാ ഭരണസമിതികളുടെയും കേന്ദ്ര പ്രതിനിധികളുടെയും ഒരു സംയുക്ത യോഗം സംഘടിപ്പിക്കുന്നു. ദൗത്യം 2025 എന്ന് പേര് നൽകിയിട്ടുള്ള ഈ യോഗം ആഗസ്റ്റ് 10 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഞായറാഴ്ച കാൽഡിയൻ സെന്ററിൽ വെച്ച് കൂടുന്നു. പ്രസ്തുത യോഗത്തിൽ എല്ലാ ഭാരവാഹികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ഏവരുടെയും സാന്നിധ്യം പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നുവെന്ന് ചെയർമാൻ ശ്രീ അബിജെ പൊന്മണിശ്ശേരി അറിയിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.